ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, എല്ലാവരും ഫ്രീ ആണ്, ഞാനും ഫ്രീ ആണ്. നമ്മൾ പിന്നെ എന്നും ഫ്രീ അല്ലേ. അപ്പോൾ ചേച്ചിയൊക്കെ ഇന്ന് പോവാണ് കേട്ടോ, ചേച്ചിയും കുട്ടികളും പോവുകയാണ്. പിന്നെ ഞാനും അമ്മയും മക്കളും മാത്രമാവും. അപ്പോൾ ഒന്നാമത് ഏട്ടപ്പം 2 മാസം ലീവിന് വന്നുകൊണ്ട് ചേച്ചി കുറച്ചായി ഇപ്പോൾ വീട്ടിൽ പോയിട്ട്, അപ്പോൾ പോട്ടെ പറയുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഏട്ടന് വർക്കില്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടൻ വരുമോയെന്ന് അറിയില്ല. ഏട്ടൻ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മൾ മക്കളെ മുടി മൊട്ടടിക്കാൻ വിചാരിച്ചിട്ടാട്ടോ. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് കുറച്ചായി. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താ മുടി മൊട്ടടിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഏട്ടനുള്ളപ്പോൾ കൊണ്ടുപോകാം. കാരണം എന്താ വെച്ചാൽ വേറെ ഇവിടുന്ന് അച്ഛൻ്റെ ഒപ്പം നിൽക്കില്ല കേട്ടോ. ഏട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ഇരിക്കും, അല്ലാണ്ട് അച്ഛൻ്റെ ഒപ്പം നിൽക്കില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ വാശിയാവും, ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് മൊട്ടടിക്കണം. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കാമെന്ന് അറിയില്ല, അയക്കുമോ തന്നെ അറിയില്ല. എന്തായാലും ഇപ്പോൾ മൊട്ടടിക്കണ്ടേ. എല്ലാവരും പറയണ 1 വയസ്സ് കഴിഞ്ഞാൽ മൊട്ടടിക്കാന്നൊക്കെ. നമുക്ക് മുടി മൊട്ടടിക്കാൻ തോന്നണില്ല, മുടി 3 നാളിലും കൂടി ഒപ്പം അങ്ങനെ കാണണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്കങ്ങനെ വഴിപാടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചോറൂണ് തന്നെ നമുക്ക് 10-13 അമ്പലത്തിൽ നമ്മൾ ചോറൂണുണ്ടായിരുന്നു. അതാണ് വലിയ വഴിപാടുണ്ടായിരുന്നത്. മുടി എന്തായാലും ആരും വഴിപാടൊന്നും ഇടാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതുകൊണ്ട് പോകേണ്ടി വന്നേനെ. നമ്മളെന്തായാലും ചോറ് കൊടുക്കൽ തന്നെ ഭയങ്കര ക്ഷീണമായി, ഇത്രയും ലോങ്ങൊക്കെ പോയി വന്നതുകൊണ്ട്. അപ്പം എന്നാലും മുടി മൊട്ടടിക്കലില്ല, അത് നമ്മൾ ഇവിടുന്ന് ചെയ്യാച്ചിട്ടാട്ടോ. നമ്മൾ ഇവിടുന്ന് കടയിൽ കൊണ്ടുപോയിട്ട് മൊട്ടടിക്കാൻ വിചാരിച്ചു. അപ്പം എന്തായാലും ഏട്ടൻ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഞാൻ ഇന്ന് പോവാൻ വിചാരിച്ചിരുന്നതാണ്, പക്ഷെ പറ്റിയില്ല. ചെറിയ സാങ്കേതിക തകരാറുകൾ മൂലം ഞാൻ പോണില്ല എന്ന് വിചാരിച്ചു. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കുട്ടികളൊക്കെ ഈ പറയുമ്പോൾ ഡാൻസൊക്കെ പഠിക്കാൻ വരും. മക്കളെ അയക്കുമെന്ന് അറിയില്ല. ഇന്നലെ വന്നിട്ട് തന്നെ അവർ ഉറങ്ങണില്ലേ, പകലൊന്നും തീരെ ഉറക്കല്ല. അതുകൊണ്ട് നടക്കുമെന്ന് അറിയില്ല, എന്തായാലും നോക്കട്ടെ. ഡാൻസ് പഠിക്കലൊക്കെ അവരെ ഏറെക്കുറെ സെറ്റായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ വന്നാൽ പിന്നെ കാശിക്കുട്ടൻ നമ്മളടുത്ത് ഇരിക്കില്ല. കാശി ഫുൾ ടൈം ഏട്ടൻ്റെ കൂടെ തന്നെയാണ്. പിന്നെയും വലിയ കുഴപ്പമില്ല, പക്ഷെ കാശി ഏട്ടനെ കണ്ടാൽ തീരെ നമ്മുടെ അടുത്ത് നിൽക്കില്ല. അപ്പോൾ മുടി വെട്ടാൻ കൊണ്ടുപോകുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. കുറുമ്പ് കാണിക്കുമോ എന്താ അവസ്ഥ എന്ന് അറിയില്ല. ആദ്യം അമ്പാടിക്കണ്ണനെ ഇട്ടൊക്കെ നമ്മളിവിടെ അടുത്ത് തന്നെയാണ്, കാഞ്ഞിരത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഓരോരുത്തരെ കൊണ്ടായിരിക്കും. പിന്നെ 3 ആൾ നമ്മളെ കൂടെ വരാൻ വേണ്ടേ വേറെ എന്ന് വിചാരിച്ചിട്ടാണ് അമ്പാടിക്കുട്ടനെ റെഡിയാക്കിയിട്ട് ഫസ്റ്റ് അവനെ കൊണ്ടുപോകാൻ വിചാരിച്ചു. കാരണം അവനാണ് കുറച്ച് കുറുമ്പുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവനെ തന്നെ കൊണ്ടുപോകാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ചോദിക്കുകയാണ് എന്താ മുടി വെട്ടാത്തത്, എന്താ 1 വയസ്സായിട്ട് മുടി കളയാത്തതെന്ന് ഞാൻ ചോദിക്കണോണ്ടാണ് നമ്മൾ പോയി വെട്ടണം. പിന്നെ എന്താ വെച്ചാൽ അധികം അവർക്ക് ജലദോഷം കാര്യങ്ങൾ വന്നാൽ മാറാനായിട്ട് കുറേ സമയം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും പിന്നെ തലയും നല്ലപോലെ വേർക്കൊക്കെ ചെയ്യുമ്പോഴേ പെട്ടെന്ന് ജലദോഷം കാര്യങ്ങളൊക്കെ വരികയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വെട്ടാമെന്ന് വിചാരിച്ച്. 3 ആളുടെയും മുടി ഞാനൊരു വട്ടം വെട്ടി കേട്ടോ. 2 ആളുടെ ഞാനൊരു വട്ടം വെട്ടി. ചെറിയ ആൾക്ക് കുറച്ചധികം മുടി ഉണ്ടായിരുന്നു, അവൻ്റെ അപ്പം 2-3 വെട്ടൽ ഞാൻ വെട്ടി കേട്ടോ. കുറച്ചിങ്ങനെ ഞാൻ തന്നെ എൻ്റെ ഒരു ഇതിൽ വെട്ടി കൊടുത്തായിരുന്നു. തിരക്കുള്ളതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം അമ്പാടി കുറച്ച് കുറുമ്പ് കാണിച്ചു കേട്ടോ. ആകെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫോണിലൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടൊക്കെ, അങ്ങനെ ഫോൺ അവർക്ക് കാണിച്ച് കൊടുക്കാറില്ല. അതുകൊണ്ട് അവർ വലിയ ഇത് നോക്കണമില്ല. അതിക്ക് അങ്ങനെ വീഡിയോസും കാര്യം നമ്മളെന്താ പറയുക, ഒരാൾക്ക് കാണിച്ചു കൊടുത്താൽ നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് കാണിച്ചു കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ അമ്പാടീൻ്റെ മുടി വെട്ടൽ എന്തായാലും കഴിഞ്ഞു. ദേവൂട്ടിയാണ് കേട്ടോ. ദേവൂട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആൾ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാണ്ട് കരയും. അതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വിചാരിച്ച പോലെ എല്ലാ ആളും നല്ല സുഖത്തിലിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ അന്തം വിട്ടുട്ടോ കണ്ടപ്പോൾ. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാരെ കണ്ടാൽ അപ്പം വാശി പിടിക്കും. പക്ഷെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒന്നത് കണ്ണാടിയിൽ അവനെ തന്നെ കാണുകയല്ലേ, അപ്പോൾ അതും നോക്കി കുറേ സമയം ഇരുന്നു. ഇനി വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ അമ്പാടി ഓൾറെഡി ചന്ദനൊക്കെ അരച്ചിട്ട് കൊടുത്തു തലയിൽ. അത് ദേവൂട്ടിനെ കണ്ടപ്പോൾ അവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ കൊട്ടി നോക്കുന്നുണ്ട്, കുറേ ഉമ്മ കൊടുക്കുന്നുണ്ട്, തൊട്ട് നോക്കുകയാണ്. അവർ 2 പേരും ഒരേപോലെ എന്താണെന്ന് കാണുമ്പോൾ അവൻ തന്നെ ഒരു ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയ ടെൻഷനാണ്. എന്താ വെച്ചാൽ അമ്പാടി ഭയങ്കര കുറുമ്പ് കാണിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ. അമ്പാടിക്ക് ദേവക്കുട്ടിയുടെ തലയിൽ ഇങ്ങനെ കൊട്ടണം, പക്ഷെ അവനാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം നമ്മളിട്ട് വട്ടം കറക്കിയിരുന്നു കേട്ടോ അവർ. ലാസ്റ്റ് നമ്മുടെ കാശിക്കുട്ടന് നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അവന് ഈ പറഞ്ഞ പോലെ കുറുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. അല്ലെങ്കിൽ അവരെ പോലെ നല്ല കുട്ടികൾ വേറെ ഇല്ല, അങ്ങനെയാണ്.
ആദ്യം ഇങ്ങനെ മുടി വെട്ടണൊക്കെ ആൾക്കാരൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ആൾ ഞാൻ വരുന്നപ്പോഴും ഇതുപോലെ ഒരു കുഴപ്പമില്ല കേട്ടോ, അനങ്ങാണ്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അമ്പാടി മാത്രമാണ് ചെറുതായിട്ട് വശപ്പശക്ക് കാണിച്ചത്. കാശുട്ടനും ദേവൂട്ടി ഒരു കുഴപ്പമില്ല കേട്ടോ. അവർക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താ സംഭവം എന്നും പറഞ്ഞിട്ട് കുറേ സമയം ഇരുന്നു. പിന്നെ ഇരിക്കാത്ത സമയത്ത് കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ കുറച്ച് നേരം കയ്യിൽ നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ ആൾക്കാർ. അങ്ങനെ ലാസ്റ്റത്തെ ആളുടെയും മുടിയൊക്കെ കളഞ്ഞ് ഞങ്ങൾ പോവുകയായി. പോലെയല്ല എല്ലാ എളുപ്പത്തിൽ കഴിഞ്ഞു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങൾ നല്ലപോലെ ക്ഷീണിച്ചു. വണ്ടിയിലാണെങ്കിലും വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം എന്നാൽ വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് കയറിയതാണ് കേട്ടോ. അവിടെ ഇരുന്നപ്പോഴേക്കും കാശുകുട്ടൻ കുറച്ച് വാശി കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ദേവക്കുട്ടി ഉറങ്ങി കേട്ടോ. അപ്പം അമ്പാടി കുങ്കുമൊക്കെ എടുത്ത് കളിച്ച് മേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അവന് ഇതേപോലെ കാശുകുട്ടനെ കണ്ടപ്പോഴും തലയിൽ തൊടാനും അടിക്കാനൊക്കെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ആകെ കുറച്ച് ദിവസം നമുക്ക് മുടി വരുന്ന വരെ കുറച്ച് റിസ്ക് ആയിരിക്കും. അറിയില്ല, ഒരേപോലത്തെ മുട്ടകൾ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മുട്ടടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കാണാനായിട്ട്. എന്താ വെച്ചാൽ മുടി ഉള്ളപ്പോൾ ഉള്ളതും ഇല്ലാത്തപ്പോൾ ഉള്ളതും വ്യത്യാസമല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് വിചാരിച്ച് 3 നാളുടെ ഒപ്പം കളയണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും എപ്പോഴാണെങ്കിലും കളയണ്ടേ. അപ്പം അങ്ങനെ കൊണ്ടുപോയി മുടിയൊക്കെ കളഞ്ഞു പോകുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം എന്തായാലും റിസ്ക് ആയി, നമുക്ക് ടെൻഷനായിട്ടോ. എന്താ വെച്ചാൽ അമ്പാടി ഇങ്ങനെ തലയിൽ പോയി അടിക്കുന്ന നമുക്കൊരു പേടിയെന്ന് വെച്ചാൽ അവൻ അങ്ങനെ ഓർക്കപ്പുറത്ത് പോയിട്ട് ഉന്തുണും തളർന്നൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ അഥവാ പോയി തല മുട്ടി പിടിക്കുക ചെയ്യുമോ എന്നുള്ള ടെൻഷനാണ്. തല അങ്ങനെ തിളങ്ങി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി. പിന്നെ തലയിൽ തൊപ്പി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഒന്നും ഇടില്ല കേട്ടോ. തലയിലൊരു തുണി ഇട്ടാൽ എടുത്ത് വലിച്ച് കളയുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ തൊപ്പിയൊന്നും തീരെ വെക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ കാണിക്കാമോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.